നമസ്കാരം അമ്മ. ഉറക്കെ പറഞ്ഞാട്ടോ. നമസ്കാരം. അമ്മയുടെ പേരെന്തുവാ? ശശികല. അമ്മ എവിടുന്നാ വരുന്നേ? മണിമല. അതെവിടെയാ മണിമല? കോട്ടയം ജില്ലയാ. ആ ഹാ. അവിടുന്ന് വരുവാ? എടമനക്കാവിൽ എന്നാ വന്നേ ഇവിടെ ആദ്യമായിട്ട്? ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ഒക്ടോബർ മാസമാ? ഒക്ടോബറിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഈ കോട്ടയംകാരിയായ അല്ലെങ്കിൽ മണമിലക്കാരി ആയിരിക്കുന്ന അമ്മയ്ക്ക് ഈ ഇങ്ങ് അറ്റം കിടക്കുന്ന കൊല്ലം ജില്ലയിലെ, അതായത് പത്തനംതിട്ട ജില്ലയോട് അടുത്ത് കിടക്കുന്ന പട്ടാഴി എന്ന സ്ഥലത്തെ ആറാട്ടുപുഴയിലെ ഇടമനക്കാവിനെ പറ്റി അറിയാൻ എങ്ങനെ ഇടയായി? ഇത്രയും ദൂരെയുള്ള അമ്മയ്ക്ക് ആരെങ്കിലും ബന്ധുക്കാരുണ്ടോ അവിടെ? യൂട്യൂബിനകത്ത് കണ്ടയാ? എന്ത് കണ്ടു യൂട്യൂബിൽ? അപ്പോൾ യൂട്യൂബിൽ കാണുന്നതെല്ലാം പോവോ? പിന്നെ അതിനകത്ത് കേട്ടു, അതുകൊണ്ട് വന്നതാ. ആഹാ. സംഭാഷണം കേട്ട അവിടെ നീ ചാടി പോരുവാന്നോ? വളരെ ദുഃഖാവസ്ഥയിലിരുന്ന സമയത്താണ്. ആ സമയത്താണ് എന്ത് ഈ വീഡിയോ കാണുന്നത്? ശരി ശരി. ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വീഡിയോ കണ്ടാൽ പിറ്റേ ദിവസം ഇവിടെ വന്നു. ശരി. ആ ഇവിടെ വന്നപ്പോൾ ആരോട് പറഞ്ഞു? പറഞ്ഞു, ഞാൻ പറഞ്ഞു. പ്രദോഷ പൂജ ചെയ്യാൻ പറഞ്ഞു. എന്തോ നിങ്ങളുടെ സങ്കടം എന്നോട് പറഞ്ഞു. അന്ന് വന്ന സമയത്ത് നിങ്ങളെ എന്തായിരുന്നു അലട്ടിക്കൊണ്ടിരുന്നേ? നിങ്ങളുടെ വീടും സ്ഥലമൊക്കെ വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നോ? എത്ര സെന്റ് ഉണ്ടായിരുന്നു? 5 അതോ 10 സെന്റോ? 30 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. എന്നിട്ട് വർഷങ്ങളായിട്ട് വിൽക്കാതെ കിടക്കുക. അത് വിൽക്കണം. ഇപ്പം അത്യാവശ്യമായിട്ട് വിൽക്കാൻ കാരണം എന്തുവാ? വസ്തുവാ? പിന്നെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ അതിന് വിൽക്കാൻ? പൈസക്ക് വേറെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിള്ളേർ പഠിക്കുക. എത്ര പിള്ളേരാണ്? എന്ത് പഠിക്കുന്നു? MBBS കഴിഞ്ഞു. ഡോക്ടറെ പഠിക്കുക. ഒരാൾ പഠിച്ചു കഴിഞ്ഞു, ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും ഡോക്ടർ പഠിക്കുക. അപ്പോൾ ഭാവിയിലെ നല്ല 2 ഡോക്ടർമാരായിട്ട് വരട്ടെ. എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു ഡോക്ടർ ഇല്ലേ? അതല്ലേ വേണ്ട, മനുഷ്യ സ്നേഹിയായ ഡോക്ടർ ഇല്ലേ? ഇല്ലേ? രോഗികളൊക്കെ ഇല്ലേ ഒരു പുരോഹിതനെ ആശ്രയിക്കുന്നതിൻ്റെ കൂട്ട് ഡോക്ടറെ ആശ്രയിക്കും ഓരോ മനുഷ്യരും ഇല്ലേ? അവരെ ഈശ്വര തുല്യമായിട്ടാണ് കാണുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ ചാടി കടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വിഷമം വരത്തില്ലേ? ചില ഡോക്ടർമാരെ കണ്ടില്ലേ, നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വലിയ സ്നേഹമായിരിക്കും, എല്ലാം ചോദിച്ചറിയും, നമുക്ക് പിന്നെ അവിടെ പോകാൻ തോന്നത്തില്ലേ? ഇല്ലേ? അങ്ങനെ നല്ല ഡോക്ടർമാരായിട്ട് ലോകത്തറിയപ്പെട്ടിട്ട് കേട്ടോ. 2 മക്കളും എത്രയും പെട്ടെന്ന് ജോലി കിട്ടിട്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം 2ാമത്തെ മകളെ പഠിപ്പിക്കാൻ വിട്ടത്. എവിടെയാ പോയേ? അതെവിടെയാ? ചൈനയല്ലേ? യൂറോപ്പാ? യൂറോപ്പിലാണോ പോയേക്കുന്നത് MBBSന്? അപ്പോൾ അവിടെയൊക്കെ പൈസ ചിലവില്ലേ ഒരുപാട്? ഭഗവാൻ തന്നതാ. എല്ലാം ഒരുക്കി തന്നു ഭഗവാൻ. ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഒക്ടോബറിൽ ഇവിടെ വന്ന അന്ന് മുതൽ ഇന്ന് ഈ തിരുനടയിൽ തിങ്കളാഴ്ചയായിട്ട് ഒരു മാർച്ച് മാസം ഇന്ന് 15-16 ഇന്ന് ഈ തിരുനട ഈ നിമിഷം നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായില്ലേ? അതായത് 3-4 മാസം കൊണ്ട് ഈ 3-4 മാസത്തിനിടയിൽ നിങ്ങളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ അത്രയും ദൂരത്തുനിന്ന് ഒരു പ്രദോഷത്തിനല്ല ഇവിടെ എത്തുന്നത്. നിങ്ങൾ ആയില്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അന്ന് മുതലേ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ ആയില്യത്തിനും മുടങ്ങാതെ ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ 2 പേരും ഇവിടെ വരുന്നത്. ഇപ്പോൾ 2 ആഴ്ച കൊണ്ടേ ഉള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ പ്രദോഷത്തിന്, അതേപോലെ പറ്റുന്ന തിങ്കളാഴ്ചകളിലൊക്കെ വരാറുണ്ട് ഇത്രയും ദൂരമായിട്ടും. പക്ഷേ ആ ഒരു നിസ്വാർത്ഥമായ അകമഴിഞ്ഞ ഭക്തിയും ഇരുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും എത്തിച്ചേരുക എന്നുള്ളത് ആ ഒരു ഭഗവാനുള്ള ഒരു വാത്സല്യമൊക്കെ കൊണ്ടായിരിക്കാം ഭഗവാനും കൈവിടാതെ നിങ്ങളെ ഇത്രയും നാൾ കൊണ്ടു കിടക്കണം ഇല്ലേ? ഉറപ്പല്ലേ? ഒത്തിരി മാറ്റം ഉണ്ടായോ? എന്താ പറ്റി? സ്ട്രോക്ക് വന്നയാളാ? ശരീര ബുദ്ധിമുട്ടുണ്ട്? ചൊല്ലുന്നുണ്ട്. വളരെ സന്തോഷം. ആ വാക്ക് കേട്ടാൽ സന്തോഷം. കാരണം അടുക്കളയിൽ ഇരിക്കുമ്പോഴും തുണി നനയ്ക്കുമ്പോഴും കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഭഗവാനെ തന്നെ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന മനസ്സിൻ്റെ സന്തോഷം വളരെ വലുതാണ്. പറഞ്ഞറിയിക്കാൻ വാക്കുകളൊന്നുമില്ല. കാരണം ഭഗവാനെ വിളിക്കണേ. അപ്പോൾ അങ്ങനെ ഒരാളെങ്കിലും ഭഗവാനെ ആ സമയത്തും വിളിക്കാൻ ഓർക്കുന്നല്ലോ. കാരണം ആ വെച്ചുണ്ടാക്കുന്ന ആഹാരം പോലും രുചിയുള്ളതാകും.
പോലും അതാ പറഞ്ഞത്. അതായത് ആ ഇടുന്ന ചായ ആയാലും ഒരു ഗ്ലാസ് വെള്ളമായാലും ഭഗവാൻ സ്മരണയോടുകൂടി ചെയ്യുമ്പോൾ അതിനൊക്കെ മാധുര്യവും രുചിയൊക്കെ ഏറും. കാരണം ഭഗവാന്റെ അംശം നിറയുക അവിടെയൊക്കെ. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇവിടെ ഇരിക്കുന്ന ഈ ഭഗവാനെ അവിടെ ഇരുന്നു കൊണ്ട് അറിയുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. വസ്തുവൊക്കെ വിറ്റോ? ഒരു സെന്റെങ്കിലും വിറ്റോ? മുക്കാലും വിറ്റോ? ഉള്ളൂ. വന്നപ്പോൾ എത്ര രൂപ കടമുണ്ടായിരുന്നു? 10-20 ലക്ഷം രൂപ കടവായിട്ടാ ഒക്ടോബർ ഇവിടെ വന്നത്. ഇപ്പൊ ഈ തിരുനടയിൽ നിൽക്കുമ്പോൾ എത്ര ലക്ഷം രൂപ കടമുണ്ട് ഇനി? ഇല്ല ഇല്ല. അപ്പോൾ സന്തോഷത്തിന്റെ നിർവൃതിയിലാണ് ഇപ്പം നിൽക്കുന്നേ. ആന്നു ഇല്ലേ? ഇനി മക്കളുടെ പഠിത്തൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഹാപ്പി ആകും. അവർക്കൊരു ജോലി കൂടെ ആകണം. വിവാഹം കഴിഞ്ഞോ? അതും ഭഗവാന്റെ അനുഗ്രഹത്താൽ താമസിക്കാതെ നല്ല 2 ആൺമക്കളെ കിട്ടട്ടെ. കേട്ടോ? ഒക്കെ കിട്ടുന്ന വിശ്വാസമുണ്ടോ? ഭഗവാനോട് എന്താ പറയാനുള്ളത്? മനസ്സ് നിറഞ്ഞ് പറയണം. എന്താ പറയാനുള്ളത്? കോടികൾ നന്ദി. അത് എണ്ണമില്ലാത്ത നന്ദിയാണ്. ഉറപ്പാ? യാതൊരു സംശയമില്ല. അകമഴിഞ്ഞ ഭക്തിയുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്, കൈവിടത്തിലെന്ന് ഉറപ്പുണ്ട്. ഏത് ഭഗവാന്? അങ്ങനാണോ? ഉറപ്പ്? ഇപ്പൊ അങ്ങനാ? ഇപ്പൊ അർദ്ധനാരീശ്വര സ്വാമി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. അത്രേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ഈ സ്വാമി കാരണമാണ്. പിന്നെ വേറെ ഒരുപാട് അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഫലങ്ങളൊന്നും സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് അവരെ ആരും നിരാകരിക്കുന്നില്ല. എങ്കിലും ഇടമലക്കാവിന്റെ മണ്ണിൽ കാല് കുത്തിയതിനു ശേഷം ആ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് 6 മാസം നടത്തി തന്നത് സ്വാമിയാ. അപ്പൊ സ്വാമി ആ ജീവിതത്തിന് ഇനിയല്ല. അതെ, അല്ലെങ്കിലും സ്വാമി തന്നെയാണ് ഈ ലോകത്തിന് മുഴുവൻ മാതാവും പിതാവുമായിട്ട് പരിലസിക്കുന്നത്, പരബ്രഹ്മവുമായിട്ട് പരിലസിക്കുന്നത്. സർവ്വ ദേവതാ ചൈതന്യങ്ങൾക്കും മാതാവും പിതാവും